നിന്ന നിൽപ്പിൽ മുങ്ങുന്ന മനുഷ്യരെ പറ്റി കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഇതേ സ്വഭാവമുള്ള ഒരു തടാകവുമുണ്ട് അങ്ങ് അയർലൻഡിൽ. ലൗഖരീമ എന്നാണ് തടാകത്തിന്റെ പേര്. വടക്കൻ അയർലൻഡിലെ ആൻഡ്രിൻ പ്രവിശ്യയിൽ കുന്നുകളും പുൽമേടുകളും നിറഞ്ഞ പ്രദേശത്തിന് ഭംഗിയേറ്റിയാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. ഭംഗിയുടെ പേരിൽ മാത്രമല്ല ഈ തടാകം അറിയപ്പെടുന്നത്. ചില പൊടിക്കൈകളും മാന്ത്രിക വിദ്യകളും ഒക്കെ കൈവശമുണ്ട്. നിന്ന നിൽപ്പിൽ അപ്രത്യക്ഷമാകാനും തിരികെ പ്രത്യക്ഷപ്പെടാനും സാധിക്കുന്ന തടാകമാണിത്. ഈ പ്രത്യേകത കൊണ്ട് തന്നെ ദി വാനിഷിംഗ് ലേക്ക് അഥവാ അപ്രത്യക്ഷമാകുന്ന തടാകമെന്നാണ് പ്രദേശവാസികളുടെ ഇടയിൽ ഇത് അറിയപ്പെടുന്നത്. ദിവസത്തിന്റെ ആരംഭത്തിൽ ഈ തടാകം വെള്ളം നിറഞ്ഞ നിലയിലാണ് കാണുന്നത്. എന്നാൽ ഉച്ചയാകുമ്പോഴേക്കും പൂർണ്ണമായും വെള്ളം വറ്റിയ നിലയിൽ ശൂന്യമായിരിക്കും. വർഷങ്ങളായി ഈ പ്രതിഭാസം ശാസ്ത്രജ്ഞരെയും ഗവേഷകരെയും അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു പിന്നിലെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ പഠിക്കുന്നുണ്ട്. തടാകത്തിനുള്ളിലെ നീരൊഴുക്ക് സംവിധാനമാണ് പൊടുന്നനെ വെള്ളത്തെ അപ്രത്യക്ഷമാക്കുന്നതെന്നാണ് ഗവേഷകർ പറയുന്നത്. തടാകത്തിന് ചുറ്റും ചതുപ്പുനിലമാണ്. 3 അരുവികളാണ് ലൗഖരീമ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. വെള്ളം പുറത്തേക്ക് പോകാൻ തടാകത്തിന്റെ അടിത്തട്ടിൽ എവിടെയോ ഒരു ചാലുണ്ട്. ഈ ചാലിലൂടെയുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് ഇനിയും കണ്ടെത്താനാകാത്ത ഏതോ കാരണങ്ങളാൽ ഇടയ്ക്ക് തടസ്സപ്പെടുകയും അല്പസമയത്തിന് ശേഷം തടസ്സം നീങ്ങുകയും ചെയ്യുന്നുവെന്നാണ് ഗവേഷകർ പറയുന്നത്. തടാകത്തിനുള്ളിലെ ജലം പെട്ടെന്ന് ഇല്ലാതാവുന്നതിന്റെ കാരണവും ഇതുതന്നെയാണ്. തടാകത്തിൽ നിന്നുള്ള ജലം ഭൂഗർഭചാലിലൂടെ 2.5 കിലോമീറ്റർ അകലെയുള്ള കാരി നദിയിലെ ഒരു വലിയ നീരുറവയിലേക്കാണ് എത്തുന്നത്. ഈ ചാൽ എപ്പോഴൊക്കെ പ്രവർത്തനക്ഷമമാകുന്നു എന്ന കാര്യമാണ് കൃത്യമായി കണ്ടെത്താനാകാത്തത്. തടാകത്തിലേക്ക് എത്തുന്ന 3 അരുവികളിലെ ജലത്തിനുള്ളിലും ഏതെങ്കിലും തരത്തിലുള്ള അവശിഷ്ടങ്ങൾ ഉൾപ്പെടുന്നുണ്ടാവാമെന്നാണ് അനുമാനം. ഇവ നേരെ തടാകത്തിന്റെ അടിത്തട്ടിലേക്കാണ് നീങ്ങുന്നത്. ഇതിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ചാൽ അടഞ്ഞു പോകും. ഇതോടെ തടാകത്തിലെ ജലനിരപ്പ് വളരെ പെട്ടെന്ന് വർദ്ധിക്കുന്നു. ഇങ്ങനെ ജലനിരപ്പ് ഉയരുന്നതിനനുസരിച്ച് അതിന്റെ മർദ്ദം മൂലം അവശിഷ്ടങ്ങൾ ചാലിലൂടെ തന്നെ പുറന്തള്ളപ്പെട്ട് വീണ്ടും ജലത്തിന്റെ ഒഴുക്ക് പുനഃസ്ഥാപിക്കപ്പെടുകയും തടാകം ശൂന്യമാവുകയുമാണ് ചെയ്യുന്നത് എന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ തടാകവുമായി ചുറ്റിപ്പറ്റി പ്രദേശവാസികൾക്കിടയിൽ നിലനിൽക്കുന്നത് ചില പ്രേതകഥകളാണ്. 19-ാം നൂറ്റാണ്ടിൽ കുറച്ച് ആളുകൾ ഒരു രാത്രി കുതിരവണ്ടിയിൽ വാനിഷിംഗ് തടാകം കടക്കാൻ ശ്രമിച്ചിരുന്നുവെന്നാണ് ഇവർ കരുതുന്നത്. ജലനിരപ്പ് അധികമായതിനാൽ കുതിരകളടക്കം വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടു. നാടോടിക്കഥകളനുസരിച്ച് ഈ കുതിരകളും അതിൽ സഞ്ചരിച്ചിരുന്നവരും തടാകത്തിന് സമീപം ഉണ്ടെന്നാണ് വിശ്വാസം. തടാകം നിറഞ്ഞു നിൽക്കുന്ന രാത്രികളിലാണ് അവരുടെ ആത്മാക്കൾ ഇവിടെ വിഹരിക്കുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്.